അതിശക്തമായ മഴയാണ് സംസ്ഥാനത്തെങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജില്ലകൾ ഏതാണെന്ന് നോക്കാം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. പാലക്കാട് ജില്ലയിൽ അങ്കണവാടി മുതൽ +2 വരെയാണ് അവധി നൽകിയിരിക്കുന്നത്. കോളേജുകളിൽ ക്ലാസുകൾ ഉണ്ടാകും. ഒപ്പം തന്നെ എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ അവധിയുള്ള ജില്ലകൾ പറയുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. പാലക്കാട് ജില്ലയിൽ അങ്കണവാടി മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കുമായിരിക്കും അവധി. ഒപ്പം കോളേജുകളിൽ ക്ലാസ് ഉണ്ടാകും. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരികെ നമ്മൾ വയനാട്ടിലേക്ക് എത്തിയാൽ കരളലിയിക്കുന്ന ഒരു മനുഷ്യായുസ്സിൽ ഒരിക്കലും നമ്മൾ കാണരുതേ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ്, കൂടുതൽ വിവരങ്ങളാണ് അവിടെ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ബെയിലിപ്പാലം പൂർത്തിയായതോടെ നാളെ കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടി രക്ഷാപ്രവർത്തനം എത്തിക്കാൻ സാധിക്കും, കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കാൻ സാധിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തകരും ഒപ്പം ഈ അധികൃതരും. അവിടേക്കൊക്കെ എത്തുമ്പോൾ എന്ത് കാഴ്ചയാണ് അവരെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ആരെങ്കിലും ഒരാളെയെങ്കിലും ജീവനോടെ തിരിച്ചെത്തിക്കാനാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഒരു പ്രദേശം മുഴുവൻ മണ്ണും മൂടി പോവുക, മണ്ണും കല്ലും ചെടിയും. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിൻ്റെ ഒരു തീവ്രത അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഒരിക്കലും കേരളത്തെ സംബന്ധിച്ച് ഇത്ര വലിയൊരു ആഘാതം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. വയനാടിനെ സംബന്ധിച്ച്, വയനാടൻ ജനതയെ സംബന്ധിച്ച് ഇത് വലിയൊരു ഞെട്ടലാണ്. മാത്രമല്ല ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർമാരുടെ യോഗത്തിൽ അത് ആവശ്യപ്പെടുകയും ചെയ്തു. സംസ്ഥാനത്തുണ്ടായ ഈ ദുരന്തം അത് തീർച്ചയായും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത്. ദുരന്തത്തെ ഒറ്റക്കെട്ടായി അതിജീവിക്കണമെന്നും നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വയനാട്ടിലെത്തിയ മുഖ്യമന്ത്രി ആദ്യം വിളിച്ചത് മന്ത്രിമാരുടെ യോഗം. ചീഫ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുത്തു. ഇതിനുശേഷം ചേർന്ന സർവകക്ഷി യോഗത്തിൽ ദുരന്തത്തെ ഒറ്റക്കെട്ടായി നേരിടാൻ ധാരണയായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു മന്ത്രിസഭാ ഉപസമിതി ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈ ദുരന്തത്തിന്റെ ഭാഗമായി വീടാകെ നഷ്ടപ്പെട്ടു പോയപ്പോൾ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവും. ആ സർട്ടിഫിക്കറ്റുകൾ നേരത്തെയും ഇത്തരം ചില ദുരന്തങ്ങൾ നഷ്ടപ്പെട്ടു പോയത് നമ്മൾ പുനഃസൃഷ്ടിച്ചു കൊടുത്തിരുന്നു. ആ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചാരണം നടത്തുന്നത് പ്രത്യേക മാനസികാവസ്ഥയുള്ളവരാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നടപടിയെയും മുഖ്യമന്ത്രി വിമർശിച്ചു. അല്ല, അത് മറികടക്കേണ്ടവരാണല്ലോ മറികടക്കേണ്ടത്. നമ്മൾ ദേശീയ ദുരന്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, തടസ്സക്കാരല്ലേ അത് പറയേണ്ടത്. ഞങ്ങൾ ഇപ്പോൾ തടസ്സമായിട്ടല്ല പറയുന്നത്. ഇത് വേണമെന്നല്ല, നമ്മൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി, ടി. സിദ്ദിഖ് എം.എൽ.എ, എം.വി. ശ്രേയാംസ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്.